കയറിയതു മുതൽ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ട്രംപിന്റെ എല്ലാ ലക്ഷ്യങ്ങൾക്ക് പിറകിലും വൻ തിരിച്ചടികളാണ് നേരിടേണ്ടി വരുന്നത്. കൂട്ടനാടുകടത്തൽ, പുതിയ നയം, ടാരിഫ് വർധന, ഗ്രീൻലാൻഡ്, പനാമ കനാൽ തുടങ്ങിയ വാഗ്ദാനങ്ങളെ എതിർത്ത് നിരവധി ആളുകളാണ് രംഗത്ത് വരുന്നത്. കൂടാതെ ഇതിൽ ഭൂരിപക്ഷവും ട്രംപിന്റെ ആളുകൾ തന്നെയാണ് എന്നതും പ്രധാനമാണ്. ചൈനയുടെ താരിഫുകൾ ഉയർത്തുന്നു എന്ന പ്രഖ്യാപനം വന്നതോടെ ചൈനയും US ഉൽപ്പന്നങ്ങൾക്കുള്ള താരിഫ് ഉയർത്താൻ തീരുമാനിച്ചു. അതൊരിക്കലും US പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് മിക്ക ആളുകളുടെയും അഭിപ്രായം. കൂടാതെ ട്രംപിന്റെ എടുത്തുചാട്ടത്തിന് കിട്ടിയ നല്ല മുട്ടൻ പണി എന്ന രീതിയിലാണ് പലരും ട്രംപിനെ പരിഹസിച്ചത്. ഇതിനിടയിലാണ് അന്താരാഷ്ട്ര വ്യാപാരത്തെ ബാധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന നിരവധി നടപടികളിലെ ഏറ്റവും പുതിയ നടപടിയായ സെമി കണ്ടക്ടറുകൾക്കും ഫാർമസ്യൂട്ടിക്കൽ ഇറക്കുമതിക്കും 25% തീരുവ ഉയർത്തുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചത്. ഓട്ടോ താരിഫ് ഏർപ്പെടുത്താനും ഒപ്പം തന്നെ സമാനമായ തീരുവകൾ ഏർപ്പെടുത്താനും താൻ ഉദ്ദേശിക്കുന്നതായാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. വ്യാപാര യുദ്ധത്തെ തുടർന്ന് ആഗോള വ്യാപാരം പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇറക്കുമതി തീരുവകൾക്കുള്ള ഓപ്ഷനുകൾ വിശദീകരിക്കുന്ന റിപ്പോർട്ടുകൾ തന്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് കൈമാറാനിരിക്കുന്നതിനിടെയാണ് വാഹനങ്ങൾക്ക് ലെവികൾ ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞത്. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഉടനീളം വിദേശ വിപണികളിൽ US ഓട്ടോമോട്ടീവ് കയറ്റുമതിയോട് അന്യായമായ പെരുമാറ്റം നടക്കുന്നതായി ട്രംപ് വളരെക്കാലമായി വിമർശനം നടത്തിയിരുന്നു. കൂടാതെ യൂറോപ്യൻ യൂണിയൻ വാഹന ഇറക്കുമതിക്ക് 10% തീരുവ ഈടാക്കുന്നുമുണ്ട്. എന്നാൽ ഇത് നിലവിലെ US പാസഞ്ചർ കാർ താരിഫ് നിരക്കായ 2.5-ന്റെ 4 ഇരട്ടിയായാണ്. കൂടാതെ മെക്സിക്കോ, കാനഡ എന്നിവ ഒഴികെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പിക്കപ്പ് ട്രക്കുകൾക്ക് US 25% തീരുവ ഈടാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് ഡെട്രോയിറ്റ് വാഹന നിർമ്മാതാക്കൾക്ക് വാഹനങ്ങൾ വളരെ ലാഭകരമാക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ട്രംപ് ഭീഷണിപ്പെടുത്തുന്ന വിവിധ താരിഫുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി യൂറോപ്യൻ യൂണിയൻ വ്യാപാര മേധാവി വാഷിംഗ്ടണിൽ US സഹപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി. കൂടാതെ യൂറോപ്യൻ യൂണിയന് നിർദ്ദേശിച്ച പരസ്പര താരിഫുകൾ ഒഴിവാക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് US കാറുകളുടെ താരിഫ് US നിരക്കിലേക്ക് കുറയ്ക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ സൂചന നൽകിയിട്ടുണ്ടെന്ന തന്റെ അവകാശവാദം ആവർത്തിക്കുകയാണ് ട്രംപ്. എന്നിരുന്നാലും യൂറോപ്യൻ യൂണിയൻ നിയമനിർമ്മാതാക്കൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. കൂടാതെ കാറുകളുടെയും മറ്റ് ഉൽപ്പന്നങ്ങളുടെയും US ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ട്രംപ് ആഞ്ഞടിച്ചു. കൂടാതെ ഫാർമസ്യൂട്ടിക്കൽ, സെമി കണ്ടക്ടർ ചിപ്പുകൾ എന്നിവയ്ക്കുള്ള മേഖലാ താരിഫുകൾ 25% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉയർത്തുമെന്നും കൂടാതെ ഇതൊരു വർഷത്തിനിടെ അത് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും പറഞ്ഞു. എന്നാൽ ഇത് സംബന്ധിച്ച തീരുവകൾ പ്രഖ്യാപിക്കുന്നതിനുള്ള തീയതി ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. കൂടാതെ മയക്കുമരുന്ന് ചിപ്പ് നിർമ്മാതാക്കൾക്ക് US ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിന് കുറച്ച് സമയം നൽകണമെന്നും അതുവഴി അവർക്ക് താരിഫ് ഒഴിവാക്കാൻ കഴിയുമെന്ന അദ്ദേഹം ചില സൂചനകളും നൽകിയിരുന്നു. അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ ചിലത് അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ അമേരിക്കയിൽ പുതിയ നിക്ഷേപങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം നൽകിയിട്ടില്ല. ഫെന്റനൈൽ കടത്ത് തടയുന്നതിൽ ചൈന പരാജയപ്പെട്ടതിനെ തുടർന്ന് നിലവിലുള്ള ലെവികൾക്ക് പുറമെ ചൈനയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികൾക്കും 10% തീരുവ ട്രംപ് ഏർപ്പെടുത്തിയിരുന്നു. മെക്സിക്കോയിൽ നിന്നുള്ള സാധനങ്ങൾക്കും കാനഡയിൽ നിന്നുള്ള ഊർജേതര ഇറക്കുമതികൾക്കും 25% തീരുവ പ്രഖ്യാപിക്കുകയും പിന്നീട് 1 മാസത്തേക്ക് വൈകിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. കാനഡ, മെക്സിക്കോ, യൂറോപ്യൻ യൂണിയൻ, മറ്റ് വ്യാപാര പങ്കാളികൾ എന്നിവയ്ക്കുള്ള ഇളവുകൾ ഒഴിവാക്കിക്കൊണ്ട് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സ്റ്റീൽ, അലൂമിനിയം എന്നിവയ്ക്കും മാർച്ച് 12 മുതൽ 25% തീരുവ ചുമത്തുന്നതിനുള്ള ആരംഭ തീയതിയും അദ്ദേഹം അന്ന് തന്നെ നിശ്ചയിച്ചിരുന്നു. കൂടാതെ പുതിയ ടാബ് തുറക്കുകയും ഇലക്ട്രിക്കൽ കണ്ട്യൂട്ട് ട്യൂബിംഗ് മുതൽ ബുൾഡോസർ ബ്ലേഡുകൾ വരെ സ്റ്റീൽ, അലൂമിനിയം എന്നിവയെ കൊണ്ട് നിർമ്മിച്ച 100 കണക്കിന് ഇറക്കുമതി ചെയ്യുന്ന ഡൗൺസ്ട്രീം ഉൽപ്പന്നങ്ങൾക്ക് ഈ താരിഫുകൾ ബാധകമാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഓരോ രാജ്യത്തെയും ഉൽപ്പന്നങ്ങളുടെ താരിഫ് നിരക്കുകളുമായി പൊരുത്തപ്പെടുന്ന പരസ്പര താരിഫുകൾ ചുമത്തുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അദ്ദേഹം തന്റെ സാമ്പത്തിക സംഘത്തിന് നിർദ്ദേശവും നൽകി. ഇനി ഒട്ടും വൈകാതെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇറക്കുമതിക്കുള്ള തീരുവയും നടപ്പിലാക്കി തുടങ്ങും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം.